നമസ്കാരം. ഞങ്ങളിന്ന് പ്രാങ്കുമായിട്ട് നിൽക്കുന്ന കാട്ടാക്കട കിളിയിലാണ്. ഈ സ്നേഹിച്ച പെണ്ണിനെ അടിച്ചുകൊണ്ട് പോകാൻ പലരും പല വഴികളാണ് നോക്കുന്നത്. അതെ, ഇവിടെ ഒരു പുതുമയുള്ള മെത്തേഡുമായിട്ടാണ് ഇന്നത്തെ പ്രാങ്ക് നിൽക്കുന്നത്. ഒരാളെ തപ്പി അന്വേഷിച്ച് പോയിട്ടുണ്ട്. സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കാം. കാണാം. അണ്ണോ എന്താ കാണിക്കണേ? നമുക്ക് ചെറിയൊരു പണിയുണ്ട്, ഒരു സഹായം ചെയ്യുവാണോ? കുറച്ച് അല്പം അപ്പുറത്ത് തന്നെ കുറച്ച് തേങ്ങ വണ്ടിക്ക്, ഒരു 2-3 ചാക്ക് തേങ്ങ വണ്ടിക്കകത്ത് എടുത്ത് ഇട്ട് തരണം. വരും കുറച്ചടുത്ത് തന്നെ. വണ്ടി നമ്മൾ 408 വണ്ടിയാണ്, അത് അകത്തോട്ട് വരില്ല. അപ്പോൾ ഒന്ന് എടുത്തിട്ട് ഒന്ന് സഹായിക്കുമല്ലോ. അടുത്ത് തന്നെ പോവാമോ? ഓ, ചാരി ഇരുന്നാൽ മതി. ഇല്ല ഇല്ല, അപ്പം അവരിങ്ങ് അവിടെ നിർത്തിയിട്ടിങ്ങ് വരും. തേങ്ങ ഇവിടെ കെട്ടി വെച്ചിരിക്കണമെന്ന് പറഞ്ഞു. ഇവിടെ കെട്ടി. ആ ഇവിടെ തന്നെ. ഇത് ഇവിടെ ഒന്ന് വെട്ടി ഇവർക്ക് ഇപ്പോൾ ഇത് 408 കൊണ്ടുപോകണം. ഇപ്പോൾ ഒരു പയ്യനാണ് എന്നെ വിളിച്ച് പറഞ്ഞത്. നമുക്ക് അറിയണ ഒരു പയ്യൻ തന്നെ. ആ 3 ചാക്ക് കൊണ്ട് എടുത്ത് വണ്ടി അവിടെ നിന്ന് വളഞ്ഞു വരൂലേ? തന്നെ അല്ലേ? അവനെ വളഞ്ഞില്ലേ നമുക്ക് ഇതിൽ അവിടെ ഇട്ട് കൊടുക്കാം. 3 പേരുണ്ടല്ലോ അല്ലേ? എടുത്തിട്ട് കൊടുക്കാം. ഓ, തേങ്ങ അകത്തായിട്ട് വെച്ചിരിക്കണായിരിക്കും. വിളിക്കട്ടെ, എന്നെ ഇപ്പോൾ വിളിച്ച ബിസി. അങ്ങോട്ട് വിളിക്കാം. വിളിച്ചിട്ടെ കേൾക്കാം. മിലിറ്ററിയിൽ ഉദംപൂരിൽ മിലിറ്ററിയിൽ മെയിൽ നേഴ്സായിരുന്നു. അപ്പോൾ അവിടെ ഇദ്ദേഹം എന്നാണ് അറിഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് എന്തൊക്കെ വിഷയങ്ങളൊക്കെ ആയിട്ട് മതിയാക്കി ഇങ്ങ് പോന്ന്. നമ്മളിങ്ങനെ ഒരാളെ നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആരെങ്കിലും ഒന്ന് കിട്ടിയെങ്കിൽ ഇത്തിരി പണിക്കാരെ എടുത്ത് ഒന്ന് വെച്ച് തരാൻ. അങ്ങനെയാണ് അണ്ണനെ കണ്ടത്. അതൊരു ഭാഗ്യമായി. എവിടാ തന്നെ? ഓ, അപ്പോൾ അവിടെ നിങ്ങളെ കമ്പനി? ഓ തന്നെ. ആ, ഇത് ഏത് വഴി പോയി? അങ്ങനെ തന്നെ പോയി. ഹലോ. ഓ ഓ അവിടെ ഓ ഇടേ. അപ്പോൾ കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. നമുക്ക് എടുക്കാം. നീ വാ. ഓ, ചാക ഇവിടെ കെട്ടി തന്നെ. ഓ തന്നെ. ഓ, ഇതാ ഇരിക്കണ്ടേ, ഒരു ചാക്ക് ഇരിക്കണേ. അണ്ണനെ വിളിക്കണം. ഓ, അണ്ണനെ വിളിക്കേ. ഓ, പിടിച്ചാൽ കൊണ്ട് എടുത്തോണ്ട് പോയാ മതി. ഇതാ തൂക്കി എടുക്കാല്ലേ. അപ്പോ ആ, പതുക്കെ വെളിയിൽ അവിടെ മുറ്റത്തിറക്കി വയ്ക്കാം. അങ്ങോട്ട് ഇറക്കി. അപ്പോൾ വേറെ തേങ്ങയും പിന്നെ കുപ്പി പഴയ തുണികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അവിടെ ഇവിടെ വിളിക്കാം. ജീവിതം കറങ്ങുന്നു, ചക്രം മറിച്ചു തകർന്നാലോ, വെളിച്ചം പൊട്ടിക്കാനോ. അവരങ്ങ് മുകളിലോട്ട് പോയാൻ തോന്നുന്നു. അടച്ചിട്ട്. ഓ, ഒരു ചാക്ക് 3 ചാക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇത് തലകണയും ഇത്. ഓ അത് തന്നെ, ഇത് തലയണ. ഈ കുറെ കുപ്പികളും ഉണ്ട്. കുപ്പിയേക്കും പൊട്ടാതെ എടുത്ത് വയ്ക്കണം, ഇല്ലെങ്കിൽ അവന്മാരെ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് നോക്കാം. മോനെ. ഓ, ചിലപ്പോൾ ഇതും കൂടെ ആയിരിക്കും പറഞ്ഞത് കേട്ടോ. കുപ്പി ആ ചാക്കിലുമില്ല. 3 ചാക്കെന്ന് പറഞ്ഞാൽ കറക്റ്റ്. അത് ചെറിയ ചാക്ക വലുതാ. അതിലെന്തൊരു ഇരിക്കണേ? ഇത്ര തന്നെ ഉള്ളൂ. വാ, കൊണ്ടുവാ. അത് ഇത്ര എണ്ണം തോന്നുന്നു കേട്ടോ. ഇത്രയാണ് വലിയ. നമ്മളടുത്ത് പറഞ്ഞു അയ്യോ 2 പേരെ വിളിച്ചു. 2 പേരെ വിളിച്ചുകൊണ്ട് വരണം എന്നൊക്കെയാണ് പറഞ്ഞത്. 3 ചാക്കിന്. ഓ, ചാക്കിലെ തേങ്ങ എടുക്കണമെന്ന് പയ്യൻ പറഞ്ഞതേ. ആര് പറഞ്ഞു?
മറ്റേ വെളുത്തിട്ട് മറ്റേ പൊക്കമുള്ള പയ്യനെ അല്ല നിങ്ങൾ ഇനി ആരുടെങ്കിലും പറഞ്ഞോ തേങ്ങ ഇരിക്കൊണ്ട് എടുത്തോണ്ട് പോകാൻ പറഞ്ഞോ? വണ്ടി കയറ്റി വെക്കണമെന്ന് ഒരു പയ്യൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇനിയിപ്പം വെള്ളം അടിച്ചോണ്ടിരുന്നതിന്റെ ഇടയ്ക്ക് അത് ശരിയായിരിക്കും. അതിന് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റും. ഞാൻ വിളിച്ച് പറഞ്ഞു. അല്ല എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു ആ പയ്യനെ. അപ്പൊ രണ്ടുപേരെ വിളിച്ചിട്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് രണ്ടുപേരായിട്ട് വന്നത്. അപ്പൊ നോക്കിയപ്പോ 3 ചാക്ക്, വലിയ ചാക്കെന്ന് പറഞ്ഞു. ഒരു ചാക്ക് തേങ്ങ ഇതിനകത്തിരുന്ന് നമ്മൾ എടുത്ത് വെച്ച്, ആ തുണിയും ചാക്ക് എല്ലാം കൂടെ. പിന്നെ 2 കുപ്പി, ഒരു ചെരുപ്പുകളും ഒരു കുപ്പിയും, അങ്ങനെ 3 ചാക്കുണ്ട്. പുള്ളിയെ വിട്ടിട്ട് പുള്ളി അങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു. ഓ മൊത്തത്തിൽ 3 ചാക്കുണ്ടെന്ന് ഇല്ലായിരുന്നു അവിടെ, കണ്ടില്ല. മോളെ കണ്ടില്ലേ? 2 ചാക്ക് പോയി നേരത്തെ വിളിച്ചു. തേങ്ങ ഇവിടെ സാധാരണ ഇതിലുള്ളതൊന്നും നമ്മൾ വെളിയിൽ കൊടുക്കാറില്ല. അതില് ഇടാറും ആയില്ലല്ലോ. വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോണോ എടുത്തിട്ട് വെച്ചു കൊടുക്കാനാണ് പറഞ്ഞത്. ഇത് എവിടെ നിന്ന് ചാക്കട്ട ഇത്? എന്താ നിങ്ങൾ എവിടെ നിന്ന് വന്നാ? ശരിക്കും അവരെ വിളിച്ചാണ് നമ്മൾ വന്നത്. എവിടെ അവരെ വിളിച്ചാണ് വന്നത്. ഞാൻ എടുത്ത് വെച്ചു കൊടുക്കാൻ വേണ്ടി വന്നത്. ഇങ്ങോട്ട് ഇത് വണ്ടി വരില്ലെന്ന് പറഞ്ഞിട്ട് വെച്ചു കൊടുക്കാൻ എനിക്ക് വണ്ടി ഇങ്ങ് വരൂല. ഒരു പയ്യനാണ് പറഞ്ഞത് കേട്ടാ. അങ്ങനെയാണ്. നിങ്ങൾ താഴെ പോകില്ല, നിങ്ങൾ വാടക പിന്നെ പറഞ്ഞത് ഞാനാണ് എന്നെ വിളിച്ചത്. നിങ്ങളെ പേരെന്താണ്? എന്റെ ഒരു കൃഷ്ണക്കുട്ടി. അപ്പുറത്ത് എന്ത് ജോലി? ജോലി കൂലി പണിയൊക്കെ. അപ്പൊ തേങ്ങ എടുക്കാൻ വന്നത്? ആരും അങ്ങനെ എന്നെ വിളിച്ചോണ്ട് വന്നത്. തേങ്ങ എടുത്ത് വന്നിട്ട് നിങ്ങൾ എവിടെ ഉള്ള? ഞാൻ ഈ അടുത്തുള്ള തന്നെ. എന്നെ റോഡിൽ വെച്ചൊരു പയ്യൻ കണ്ടിട്ട് പറഞ്ഞത് ഒന്ന് സഹായിക്കാൻ വരുമോ എന്ന് ചോദിച്ചു. ഒരു ബ്രൗൺ കളർ ഷർട്ടാക്കി ഇട്ട് ഒരു പൊക്കമുള്ള ഒരു പയ്യൻ. ഈ ബ്രൗൺ കളർ ഷർട്ട് ഒരുപാട് പേര് ബ്രൗൺ ഷർട്ട് ഇട്ടാണ് നടക്കത്തില്ല. ഇതിൽ ഏത് പേര്? അവന്റെ പേര് വല്ലതും പറഞ്ഞോ? പേര് പറഞ്ഞില്ല. വീട് ഇങ്ങോട്ട് കാണിച്ചു തന്നെ. വീട് ഇങ്ങോട്ട് കാണിച്ചു തന്നോ? 3 ചാക്ക് തേങ്ങ. എന്റെ കട്ടകളെ വിളിച്ചോണ്ടോ? ഞാൻ കണ്ടില്ല. അപ്പൊ നമ്മളെ കൊണ്ട് 3 ചാക്ക് എടുത്ത് പറ്റാത്തതുകൊണ്ട് 2 പേരെ വിളിച്ചു. 3 ചാക്കാ? പറഞ്ഞു ഞാൻ വിളിച്ചോണ്ടോ? 3 ചാക്കുണ്ട്. ഒരു ചാക്ക് എടുത്തോളാം. ഒരു ചാക്ക് പാകത്തിരുന്ന് 2 ചാക്ക് ഇത് മാത്രമേ ഉള്ളൂ. നമ്മൾ പിന്നെ എടുത്ത് ഇവിടെ കൊണ്ടിട്ട് അപ്പുറത്തുള്ള വെട്ടി ഇവിടെ വെച്ചിട്ട് പോയോ? അത് പറഞ്ഞത് ബാക്കിലുണ്ട്. നിങ്ങൾ എവിടെ നോക്കിയേ? 2 ചാക്കും കൂടെ കാണുമോ? നോക്കി അവിടെ ഒന്നും ഇല്ല ചേട്ടാ. ഞങ്ങൾ ഇവിടെ തേങ്ങയില്ല. ഞാൻ അപ്പുറത്തെ പറമ്പിൽ നിന്ന് ആ ശരിയായിരിക്കും. അതിന്റെ സൈഡിൽ നോക്കി. അപ്പൊ ചിലപ്പോ അവിടെ നോക്കണം. നീ ഇപ്പൊ ഇവിടെ തേങ്ങ, നമ്മളിവിടെ തേങ്ങ ഇല്ല. ഇവിടെ അല്ല, നമ്മളിവിടെ തേങ്ങ ഇടുന്നെങ്കിൽ ആൾക്കാർ വന്ന് മുതലാളി അതിന്റെ ഓർഡർ വന്നിരുന്ന നമ്മുടെ അടുത്ത് പറയുമല്ലോ. ഇതിന്റെ ഹൗസ് ഓണർ അല്ലേ തേങ്ങ ഇട്ട് തേങ്ങ അവരൊക്കെ പോയി ഇവിടെ അമ്മരോടെ പോയി നോക്കണം. ഇതൊക്കെ എന്തിനാ എടുത്ത് വെച്ചേക്കണ? അവരെ നോക്കണേ. അവന്മാരോടെ പോയി അതിന്റെ സൈഡിലെല്ലാം ഉണ്ടോ? ഇല്ലല്ലോ, ഇവിടെ ആരും ഇല്ല. ഇതിലെന്തോ ഒരുത്തൻ ആദ്യമേ അങ്ങ് പോയി. രണ്ടാമത് അവിടെ നിന്ന് ഒരുത്തൻ അങ്ങനെ ആദ്യമേ അങ്ങ് പോയി. ഇപ്പൊ ഇവിടെ നിന്ന് ഒരുത്തനും പോയി. അതൊക്കെ ആരുണ്ട്? എല്ലാവരും ഇങ്ങനെ തേങ്ങ എടുത്തിട്ട് കൊടുക്കുക. വണ്ടി എടുത്തിട്ട് വിട്ടോണ്ട് എന്നെ വിളിച്ചോണ്ടോ? ചുമ്മാ തന്നെ. അല്ല, ഞാൻ ചോദിക്കട്ടെ, അവന്മാർ ഇവിടെ ഇല്ല. ഇപ്പം അവന്മാര് പോയി. നിക്ക് അന്ന് അവിടെ നിക്ക്. നിങ്ങളും കൂടെ ഇതിന്റെ ഓടിയാ ഞങ്ങൾ ആരാണെന്നോ എന്തിനാണെന്നോ ഇതിനകത്ത് നിന്ന് വേറെ ഉള്ള സാധനം എടുത്ത് നിക്ക്. പോവരുത്. സ്വഭാവം മാറും. ഞാൻ മിലിറ്ററിയിലായിട്ട് ഇപ്പം റിട്ടയർഡ് ആണ്. നിൽക്കുക അവിടെ. പോവട്ടെ. ഈ നിങ്ങളുടെ അടുത്ത് ആരാണ് പറഞ്ഞ ഇവിടെ തേങ്ങ ഇരിക്കുന്നത്? അവന്മാരാര്? അവന്മാര് ഞങ്ങൾക്കറിയില്ലേട്ടാ. ഞങ്ങൾ അവന്മാര് ആദ്യമായിട്ട് കാണുവാ. എടി ആ മോളെ വിളി ഫോണില്. ഇവിടെ ഞാൻ നേരത്തെ വിളിച്ചപ്പോ എടുത്തായിരുന്നു. അവിടെ നില്ല ചേട്ടാ. ബഹളം ഉണ്ടാക്കി നിക്ക്. ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ. ഇവിടെ ഉണ്ടായിരുന്നു മോൾ. ഇവിടെ വന്നപ്പോ ആരെങ്കിലും ഉണ്ടായിരുന്നോ? മോൾ ഉണ്ടായിരുന്നല്ലോ ഇവിടെ. മോളെന്ന് പറഞ്ഞ ചേട്ടന്റെ മോളാണ്. ഹസ്ബൻഡ് അതെ പുള്ളിയുടെ ഏട്ടന്റെ മോളാ. വേണ്ട, നീ അവിടെ നിന്നാ മതി. നീ എവിടെ ഇരിക്കണത്? മോളെ വിളി. മോള് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അവളോടെ പോയി. ചേട്ടന്റെ മോളാ പുള്ളിയുടെ. കൃഷ്ണക്കുട്ടി. എന്ത് പണിയാണ്? കൂലിപ്പണി. ഈ കൂലിപ്പണി എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ പണിയാണ്? അയ്യോ, എന്നെ ഞാൻ അവിടെ ഇരുന്ന് എന്നെ വിളിച്ചോണ്ടോ എനിക്കറിയാം. വെല്ലും കേൾക്കുന്നു. ഞാൻ നിരവരാതില്ല. ഞാൻ എന്നെ വിളിച്ചാണ് ഞാൻ അല്ലാതെ ഓടിക്കാൻ പറക്കാനൊന്നും അല്ല ഞാൻ വന്നത് നിങ്ങളെ വീട്ടിൽ. ഫോൺ നോക്കണ അതിനകത്ത് ഫോൺ ഉണ്ടാന്ന്. അതിനകത്ത് കേൾക്കണതാണ്. ഫോണും കൂടെ എടുത്തോണ്ട് പോയ അതിനകത്ത്. ഇതായിരിക്കും അതിനകത്ത് നിന്നാണ് കേൾക്കണത്. നോക്കൂ. പിന്നെ അപ്പുറത്ത് നോക്കൊന്ന് കഴിക്ക്. നിക്കവിടെ. എവിടെ പോണ്? അണ്ണാ അവിടെ വിശക്കടാവേ. നീ ഇങ്ങോട്ട് തിരിഞ്ഞു നിന്ന്. എനിക്ക് അവിടെ നിൽക്കി. അയക്ക് കൊടുക്ക് അങ്ങോട്ടും. തേങ്ങയാ
ഇതെന്തൊരു ഇതെന്തിന് നീ ഇതിനകത്ത് കയറിയ നിക്കണ ഞങ്ങൾ ഒരു വർഷങ്ങൾ കുറേ നീ എന്തായാലും ചാക്കിനകത്ത് ആര്? വിജയ് ആണ്ട കിടക്കുന്നു ചട്ടിയും ചോറും. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അവളെ കാമുവൻ വിജയ്. അല്ല ഈ ചേട്ടനോട് ആര് പറഞ്ഞു ഈ ചാക്കിനകത്ത് ഇവിടെ കയറ്റിക്കൊണ്ട് പോകാൻ പറഞ്ഞ ആരാണ്? ആര് പറഞ്ഞു? അണ്ണാ ഈ ചാക്കിനകത്ത് ഇവിടെ കയറ്റി അവിടെ കാമുകന്റെ കൂടെ കൊണ്ടുവിടാനായിട്ട് പറഞ്ഞത് ആരാണെന്ന് ഞാൻ ചോദിക്കാം. അമ്മരെ കണ്ടേ? ആര് കണ്ടേ? നിങ്ങൾ ഇതിനകത്ത് ഇവിടെ ആവശ്യമല്ല എന്താ പിടിച്ചത്? അമ്മരെ കൊല്ലണേലും ഞാൻ തേങ്ങ എടുക്കാനെന്ന് പറഞ്ഞ തേങ്ങ ഈ നിൽക്കുന്നതാണോ തേങ്ങ? നീ ഇതിനകത്ത് എങ്ങനെ കയറ്റി? നിന്നെ കയറ്റിയിട്ട് ഇന്നാള് നീ അവൻ വന്ന് ഓട്ടോറിക്ഷയെ വന്നിട്ട് നീ അവന്റെ കൂടെ പോയപ്പോ നാട്ടുകാരെല്ലാം കൂടെ പിടിച്ച് നമ്മളെ തിരിച്ചേൽപ്പിച്ചു. ഇന്ന് നീ തിരിച്ചേൽപ്പിച്ച് ഇപ്പൊ പോകാനുള്ള അടവ് അവന്മാര് ചാക്കിനകത്ത് കയറ്റിയാണ് കടത്ത്. ആ ഫോണ് വിളിച്ചില്ലായിരുന്നു, നമ്മൾ അറിയില്ലായിരുന്നു. കാണാത്തതുകൊണ്ട് ഫോൺ വിളിച്ചെന്നറിയാം. അവളെ നേരത്തെ വിളിച്ചിട്ട് 10-15 മിനിറ്റ് അവളെ വിളിച്ചിട്ട് ഫോൺ എടുത്ത് അങ്ങോട്ടൊന്നും അറിയില്ല. നിങ്ങളെ തേങ്ങയാണ് ഇതല്ലേ ചാക്ക് അണ്ണാ. ഇവള് അവന്റെ പേരെന്തര്? ഒരു വിജയ് അവനും ഇവളും കൂടെ ഭയങ്കര കമ്പനി. പറഞ്ഞ മനസ്സിലാക്കണം. ഇവള് ഒളിച്ചോടാൻ വേണ്ടിയിട്ട് കുറെ ദിവസം കൊണ്ട് പല പരിപാടികളും നോക്കിയാണ്. പറഞ്ഞ മനസ്സിലാ. ഇന്ന് നിങ്ങൾ ഈ ചാക്കിനകത്താക്കി അവളെ കൊണ്ടുപോകാൻ നോക്കി. അറിയാമോ? പിന്നെ ആളാണ് എന്തിനാണ് താങ്ങോട്ട് ഓണെടുത്തിട്ട് വണ്ടി വരില്ല അവരെ ഇട്ട് കൊടുക്കാൻ പറയുന്ന വിളിച്ച് ഞാൻ കുട്ട കട്ട കൊടുക്കുമ്പോൾ ഞാനാണ് വിളിച്ചോണ്ട്. അല്ല വണ്ടി വരുന്നില്ല ആര് പറഞ്ഞു? ഇവിടെ ആപ്പ വരും. ഇവിടെ അവൻ പറയുന്നത് ആന്നിട്ടാണ് വരൂല്ല എന്ന്. ഇത് അവന്മാർ എവിടെ പേര് ചോദിച്ചോ? ആരെങ്കിലും പേര് ഊരും പറയാൻ ചേട്ടൻ ഇങ്ങനെ ഇറങ്ങി തിരിച്ചാൽ മതിയോ? ഇങ്ങനെ നീ പോവാൻ നിന്നോട് നിന്നോട് നിന്റെ അച്ഛൻ എന്താ പറഞ്ഞേ? എല്ലാരും കൂടി ചാക്കി കയറാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചതല്ലേ, ഞാൻ ചോദിച്ചത് മൂന്നുപേരുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ പറയണേ മൂന്നുപേര് ചുമ്മാ ഇരിക്കുന്ന ആള് ചാക്കിനകത്ത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ചുമ്മാ ഇരിക്കുന്ന ഒരാള് ചാക്കിനകത്ത് കയറില്ല. ആരെങ്കിലും കയറ്റിയല്ലേ കയറ്റി? അപ്പൊ നിങ്ങൾ മൂന്നുപേരും കൂടെ അല്ല. ഞാൻ ചോദിക്കട്ടെ ഈ ചാക്കിനകത്ത് കയറ്റി കടത്താനുള്ള ബുദ്ധി ആരെ ബുദ്ധി? ആര് പറഞ്ഞെന്ന്? മക്കളാണ് എന്റെ ഒരു നീ കാണിച്ചു കൊടുക്കണം. ബാക്കിയുള്ളവരെല്ലാം കണ്ടുപിടിക്കണം. ഇത് ഇവരെ ഒരു പെങ്കൊച്ചു വളർന്നു തന്നെയാണോ? അതിന് ഇതേപോലുള്ളവർ സഹായിക്കാനും. എടി അത് ഞങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ച് ഞങ്ങൾ അന്തസ്സായിട്ടേ വീട്ടുകാർ തമ്മിൽ കല്യാണം നടത്തിക്കോ. അല്ല നിന്റെ കൂട്ട് ചാക്കിനകത്തല്ല ഓട്ടോറിക്ഷയ്ക്ക് ഒളിച്ചോടാൻ നോക്കിയില്ല. പറഞ്ഞു മനസ്സിലായാ? കുഞ്ഞമ്മയോട് ഞാൻ പറഞ്ഞല്ലേ വീട്ടിൽ പറഞ്ഞ് ശരിയാക്കി തരാൻ. ഞാൻ ഇതിന്റെ ബ്രോക്കറാ. കുഞ്ഞമ്മ നടത്തി തരണോന്ന് ഇവര് നടത്തി തരുമെന്ന് വിചാരിച്ചാ നീ ചാക്കി കയറി പോയാൽ ഇവര് നടത്തി തരുമെന്ന് നീ ആര് പറഞ്ഞു? നിങ്ങളെ കൂടെ ഉണ്ടല്ലോ. കൊണ്ടുപോവാം, ഇതിൽ കയറി ഇരുന്നോളാൻ പറഞ്ഞു. ആര്? അപ്പൊ നിങ്ങൾ അവന്മാരെ പൊക്കണ്ട. നിങ്ങൾ ആദ്യം നിങ്ങളെ കൂടെ വിട്ടാലേ തെളിവില്ല. മനസ്സിലായ? നിങ്ങളൂടെ പോയാൽ തെളിവില്ല അവിടെ. പറഞ്ഞ മനസ്സിലായ? ഇപ്പോണ്ടാ പാവം പോലെ ഇവിടെ എന്ത് ചെയ്യണം? ഇവളെ ഇനി ചങ്ങലൊക്കെ ഇട്ടിട്ട് പോയാൽ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങപ്പോ. ഞാൻ ചോദിച്ചു ഞങ്ങൾക്ക് എങ്ങും പോകണ്ടേ നീ ഇവിടെ ഉള്ളതുകൊണ്ട്? നീ എന്നിട്ട് പഠിക്കാൻ പോയെന്താ? ഇന്ന് ക്ലാസ്സിലായിരുന്നു നിനക്ക്? കൊണ്ടുവന്ന് പറഞ്ഞു. ഇവിടെ എന്നോട് പറഞ്ഞു എന്താണെന്നറിയാവോ? കുഞ്ഞമ്മ എനിക്കിന്ന് തലവേദനയാ, എനിക്ക് ഒട്ടും പൊങ്ങാൻ വയ്യ, ഞാൻ ഇന്ന് റെസ്റ്റ് എടുക്കുക, കോളേജിലൊന്ന് വിളിച്ചു പറയണെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ വിളിച്ചു പറഞ്ഞാൽ നീ വിളിച്ചു പറഞ്ഞോളാൻ പറഞ്ഞു. അവള് പിന്നെ അവിടെ ടീച്ചറെ വിളിച്ചു പറയാന്ന് പറഞ്ഞു. എന്നിട്ടാണ് നമുക്ക് ഞാൻ പറഞ്ഞു ഞങ്ങൾ ഒരു വഴിക്ക് പോവാ, ഇവിടെ മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കണം എന്നോട് പറഞ്ഞിട്ടാണ് പോയെ. നിന്നെ ഞാൻ ഇന്ന് തൊട്ട് 10 മിനിറ്റ് മുമ്പ് നിന്നെ ഞാൻ വിളിച്ചിരുന്നോ? നീ എന്തെടുക്കാന്ന് പറഞ്ഞ് നീ ഇവിടെ ഇരുന്ന് പഠിക്കുവാന്ന് പറഞ്ഞു. ഇതാണോ നിന്റെ പഠിത്തം? ഒരാളിനെ കേട്ടുള്ള ചാക്ക് നിങ്ങൾ എവിടെ നിന്ന് ഒപ്പിച്ചു? എനിക്കെങ്ങനെ അറിയാം? ഞങ്ങൾ വന്നപ്പോ നിങ്ങൾ 3 പേരുണ്ടാ? ഞങ്ങൾ വന്നപ്പോ ഈ ഒരു ചാക്ക് കെട്ടും, ഈ 3 ചാക്ക് നിങ്ങൾ 3 പേരുണ്ടായിരുന്നോ? അവിടെ വെച്ചു. ആരെടുത്ത്
ആര് അവന്മാർ രണ്ടും കൂടെ. നിങ്ങളില്ലേ ഞാനില്ല, ഞാൻ നോക്കാൻ മൂന്നുപേരും വന്നാ രണ്ടുപേരും ഇവരും കൂടെ എടുത്ത് വെച്ചില്ല. ഞാൻ കയറിയില്ല അതിനകത്ത്. ഞാൻ മേടിച്ചു നിങ്ങൾ കയറിയില്ല, അവര് കയറി എടുത്തു. അവന്മാര് കാര്യം എടുത്ത് വെച്ചു. ഈ വലിച്ച് ചാക്കിലെ കൊണ്ട് ഇവിടെ മൂന്നുപേരും കൂടി തന്നെ എന്നെ എടുത്ത് ഇവിടെ കൊണ്ടുവച്ചു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്റെ അടുത്ത് പറഞ്ഞു 3 പേര് വരും ഇപ്പൊ കൊണ്ടുവരാൻ വേണ്ടി, എല്ലാം റെഡിയാക്കി ഇരിക്കാൻ പറഞ്ഞു. ഞാൻ റെഡിയായിരുന്നു. എന്നെ കയറ്റി ഇവിടെ കൊണ്ടുവന്നു. ഞാൻ ചോട്ടെ, നിന്നെ ചാക്കിനകത്ത് കെട്ടി എവിടെ വെച്ചിരുന്നേ? എന്നെ അകത്താണ് വെച്ചിരുന്നത്. ഈ മാമനാണ് വന്നത്. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് കയറിയേ? ഞാൻ കയറിയില്ല. മക്കളാണ്, ഞാൻ കയറിയില്ല. മൊത്തം കള്ളത്തരാ. അത് ശരി, പെണ്ണിനെ അടിച്ചോണ്ട് പോകാനായിട്ട് കൂട്ടുന്നത് നിങ്ങള്? ഇല്ല, ഞാൻ നിരപരാധിയാണ്. ഞാൻ അവിടെ വഴി ഇന്ന് എന്നെ വിളിച്ചോളത്. എന്റെ മക്കൾ എന്റെ സത്യത്ത് എന്നെ പറയും 3 ചാക്ക് തേങ്ങ കൊണ്ട് വണ്ടി എടുത്തിട്ടോ. വണ്ടി 3 ചാക്ക് തേങ്ങ. നിങ്ങൾ എന്തിനാ ആക്രി പറക്കില്ല? പിന്നെ ഈ സാധനങ്ങളൊക്കെ പറക്കി വെച്ചേക്കണ അവന്മാർക്ക് ഭ്രാന്തല്ല. ഇവിടെ എവിടെ പോണു? അത് ഇവിടെ വേണ്ട, ഇവിടെ അതൊരു ഓടാനല്ലേ? ചുമ്മാ നിനക്ക് ഇവിടത്തെ ഏരിയ ഒക്കെ അറിയാം. നീ അതൊരു മുങ്ങും. ശരി, ഇപ്പൊ ആൾക്കാർ ഞാൻ വിളിച്ചു വരുത്തിക്കൊട്ടുന്നില്ലേ? ചേട്ടൻ അപ്പുറത്തെ ഇപ്പുറത്തൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. ഞങ്ങളിവിടെ വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാർ. നീ എന്തിനാ നിങ്ങൾ ഈ ഇവിടെ വിളിച്ചോണ്ട് പോകാൻ പറഞ്ഞ ആരാണ്? ഈ ചാക്കിനകത്ത് ഏറ്റി കൊണ്ടുപോകാൻ കടത്താനിട്ട് ആര് പറഞ്ഞിട്ട് ചെയ്തു? വിജയ്. എനിക്ക് അറിഞ്ഞൂടാമാരെ, എനിക്ക് അവന്മാരെ അറിഞ്ഞുകൂടാ. പിന്നെ നിങ്ങൾ കൂടെ ഓട്ടോയിലോ? ആക്റ്റീവയ്ക്കകത്തോ? ഓ, അത് ശരി. തേങ്ങ എടുത്ത് വണ്ടി വല്ലെടുത്ത്. ചേട്ടാ, ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ 3 ചാക്ക് ഈ ഒരു ചാക്ക് തേങ്ങ പൊക്കിയപ്പോ വെയിറ്റ് ഉണ്ടായിരുന്നോ? ഭാരം ഉണ്ടായിരുന്നോ? വെയിറ്റ് ഉണ്ടായിരുന്നു. ആളിരിക്കണം ഇതിനകത്ത്. തേങ്ങയ്ക്ക് സാധാരണ ഒരു ചാക്ക് തേങ്ങ പഠിച്ച കള്ളിയവള്. അപ്പോഴേ പറഞ്ഞില്ലേ കുഞ്ഞമ്മേരുടെ അടുത്ത്? എന്താ പറഞ്ഞ്? എന്നെ കല്യാണം കഴിപ്പിച്ചുകൂടെ? അപ്പൊ കല്യാണം കഴിച്ചുകൂടാ? വിജയിലൂടെ. കടത്തിനെ കിടക്കുന്നതിനോ വിട്ടാലും ശരി, അവന്റെ കൂടെ കെട്ടിച്ചൂടെ സ്വപ്നം വിചാരിക്കണ്ട. അതുകൊണ്ടാണ് നീ ഈ സീനിയർ വിജയെ വിളിച്ചു വരുത്തിയത്. ഈ സീനിയർ വിജയെ വിളിച്ചു വരുത്തി ഈ ചാക്കിനകത്ത് കയറി പോകാൻ വേണ്ടിട്ട്. നിങ്ങൾ വരുന്നത് വിജയാ? അവള് പറഞ്ഞേട്ടാ, അവൾ ഇനിയും പോകുന്നു. അവളെ കെട്ടിച്ചു കൊടുത്തില്ല, അവൾ ഇനി ഇവളെ എന്താ ചെയ്യണം? ചിറ്റപ്പന്റെ വാത്സല്യം മൂത്തല്ലേ അവൾ ഇവിടെ കൊണ്ട് നിർത്തിയത്? അന്ന് എനിക്ക് പെങ്കൊച്ചു വളർന്നത് ഇവളെ എങ്ങനെ വിശ്വസിച്ച് ഇവിടെ നിർത്തി? ചേട്ടച്ചാരെ വിളിച്ചോണം, പറഞ്ഞു മനസ്സിലായേ? അതൊക്കെ പിന്നെ ബാക്കി അറിയാം. ഇങ്ങനെ എന്തിരിക്കണം? ഇങ്ങനെ എന്തിനാ പോലീസ്? എവിടെ നിരപരാധി? ഞങ്ങൾ വന്നപ്പോ നിങ്ങൾ 3 പേര് ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ടോ? ഈ ചാക്കെട്ട് ഇവിടെ ഉണ്ടോ? മാമനാണ് കെട്ടിയത് ചാക്ക്. എന്റെ ഞാനിപ്പോ ഇവിടെ വിളിച്ചോണ്ടോ? ഞാൻ കെട്ടി. എന്റെ കഷ്ടം എനിക്ക് വീട്ടിലറിയാനേ ആപ്പോളാലും. പെണ്ണുങ്ങളെ കടത്തില്ലേ നിങ്ങളെ ജോലി അല്ലേ? അത് ചാക്കില് കെട്ടി അല്ലേ? ചാക്കില് കെട്ടിയാണ് നിങ്ങൾ പെണ്ണുങ്ങളെ കടത്ത്. ചേട്ടാ, നിങ്ങൾ ഇതിന് സമാധാനം പറഞ്ഞേ പറ്റൂ. കാര്യം നിങ്ങൾ 3 പേര് വന്നതിൽ എനിക്ക് ഒരാളെ മാത്രമേ പിടികിട്ടിയുള്ളൂ. മറ്റവന്മാർ 2 ഓടി. എന്നെ കുറിച്ച് 2 തേങ്ങ 3 ചാക്ക് തേങ്ങ എടുത്ത് കൊടുക്കുന്ന കട്ടയ്ക്ക് കൊടുക്കണം. ഞാനാണ് എന്റെ നിരോധ. ഞാൻ എന്റെ മക്കളാണ്. ഞാൻ അറിഞ്ഞ കാശല്ലേ. എന്നിട്ട് അവള് പറഞ്ഞില്ല ചേട്ടനോട് ഞാൻ ഇല്ലായിരുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ. അവന്മാര് കൊണ്ടാണ് വിളിച്ചെടുത്തോണ്ട് വെളിയിൽ വെച്ചത്. ഉണ്ടായിരുന്നു. ഞാൻ പിടിച്ചോണ്ടെന്നാ ഞാൻ വിളിച്ചോണ്ടൊന്ന് വിളിച്ചത്. നിങ്ങളാണ് സാറേ, എന്റെ പൊന്ന് സാറേ, എന്റെ 2 മക്കൾ സാറേ. ഞാൻ നിരോധനായിരുന്നു. എന്റെ കൊന്നുകളെ എന്നെ വിളിച്ചോണ്ടോ ഈ സംഗതി ഇങ്ങനെ ഉള്ളത് എനിക്ക് എന്തിനാണെന്ന് എനിക്ക് നേരത്തെ ഇയാളെ കണ്ടിട്ടുണ്ടോ? വന്നപ്പോ കണ്ട്. പിന്നെ അതിനുശേഷം നിന്നെ ചാക്കി കയറ്റിയത്? ചാക്കി കയറ്റിയ അവള് പറയുന്നത് പിന്നെ അവള് പറയല്ലേ? മാമനാണ് എന്റെ അടുത്ത് അകത്ത് കയറി ഇരിക്കാൻ പറഞ്ഞത്. ഇല്ല മക്കളെ, എന്റെ മക്കളാണ് ഇല്ലാതെ സാറേ. ഞാൻ കെട്ടാണ് വന്നില്ല സാറേ. അവന്മാർ ഇപ്പൊ ഒരു 15 മിനിറ്റ് വരുള്ളൂ. അവന്മാർ വന്നിട്ട് അവന്മാർ വന്ന് വിളിച്ചിട്ടുണ്ടോ? എന്തെടുക്കാൻ പോണ്? ജോലിക്കാന്ന് പറഞ്ഞ് വിളിച്ചായിരിക്കില്ലേ? ചേട്ടൻ എന്ത് പറയണമെന്ന് അറിയാൻ വേണ്ടി ഒരവസ്ഥ നിൽക്കുന്നത്. ചേട്ടാ, നമ്മളെ ബിഗ് ഫ്രാങ്ക്സ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ചേട്ടാ, ഇതിപ്പോൾ ചേട്ടന് ഇവരൊന്ന് വിളിച്ചപ്പോൾ ചേട്ടന് പരിചയമില്ല. പിന്നെ പരിചയമില്ലാത്ത ഒരാളുടെ കൂടെ ഇതേപോലെ എടുത്തിയാടി പോയി കഴിഞ്ഞാൽ ഈ സമയത്ത് ജോലിക്കാരെങ്കിലും വന്ന് വിളിക്കും. ഒന്ന് ചിന്തിക്കണ്ടേ? 3 ചാക്ക് തേങ്ങ കൊണ്ട് എടുത്ത് തേങ്ങ കൊണ്ട് എടുത്ത് വെച്ചേരണം.
എങ്കിലും ഒരു പരിചയവും ഇല്ല, എവിടെയാണ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് വേണം ഇനി പോവാൻ. ഇല്ലെങ്കിൽ ഇതേപോലെ അബദ്ധത്തിൽ ചെന്ന് ചാടും കേട്ടാ. എന്തായാലും ബിഗ് പ്രാങ്ക്സിന്റെ കുറച്ച് സമ്മാനങ്ങളുണ്ട്, വാങ്ങണം. അതേമാതിരി ബിഗ് പ്രാങ്ക്സ് നൽകുന്ന ഒരു ക്യാഷ് പ്രൈസ്, കോശി ഈ ടു ട്രാവൽസ് അയർലൻഡ് നൽകുന്ന ക്യാഷ് പ്രൈസ്, കൂടാതെ ഗ്രേസൺ ഇൻഫോസിസ്റ്റം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസ് മണ്ണാർക്കാട് വട്ടിയൂർക്കാവ് നൽകുന്ന സമ്മാനം. ഓക്കെ ചേട്ടാ, ഈ പ്രോഗ്രാം നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും, അപ്പോൾ എല്ലാവരും കാണും. അതുകൊണ്ട് ചേട്ടൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുണ്ടോ? ധൈര്യമായിട്ടിടാമല്ലോ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ശരി ശരി ശരി, ഓക്കെ, താങ്ക് യു.